കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദിയുടെ രണ്ടാമത് സാഹിത്യ പുരസ്കാരങ്ങൾക്ക് ശ്രീമതി ശാലിനി മുരളി, മണികണ്ഠൻ കൊളത്തൂർ, KN കുട്ടി കടമ്പഴിപ്പുറം എന്നിവർ അർഹരായി. മെയ് 30 ശനിയാഴ്ച ചെർപ്പളശ്ശേരി ശബരി ഹാളിൽ നടക്കുന്ന പുരസ്കാര സമർപ്പണ സമ്മേളനം പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്യും. നാളിതുവരെ വ്യത്യസ്ത രീതിയിലുള്ള സാമൂഹ്യ, സന്നദ്ധ, സാംസ്കാരിക, സാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വലിയ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ചെറിയ സംഘടനയാണ്. മുഖ്യ അവശത അനുഭവിക്കുന്ന, മുഖ്യധാരയിൽ നിന്നും അകറ്റപ്പെട്ട, പാർശ്വവൽകൃതരായ കലാകാരന്മാരുടെ ഒരു സമ്മിളിത രൂപമാണ് മലബാർ സൗഹൃദവേദി എന്ന് പറയുന്ന കലാകാര സംഘടന. നമ്മളെ ഈ വർഷത്തെ മലബാർ സൗഹൃദവേദി സാഹിത്യകാരന്മാർക്കായി നൽകുന്ന പുരസ്കാരത്തിന് അർഹത നേടിയവരെ അറിയിക്കുകയാണ്. മലബാർ സൗഹൃദവേദിയുടെ രണ്ടാമത് സാഹിത്യ പുരസ്കാരങ്ങൾ ഈ വർഷം 3 പേരാണ് അർഹത നേടിയത്. കഥയില് ശ്രീമതി ശാലിനി മുരളി എന്ന കഥാകാരിയാണ് സാഹിത്യത്തിലെ കഥാവിഭാഗത്തില് പുരസ്കാരത്തിന് അർഹത നേടിയത്. മറ്റൊന്ന് നോവൽ വിഭാഗത്തില് ശ്രീ മണികണ്ഠൻ കൊളത്തൂർ എന്ന യുവ സാഹിത്യകാരന്റെ നോവലിനാണ്. അദ്ദേഹത്തിന്റെ നമ്മുടെ സാഹിത്യ മേഖലയിലേക്ക് അദ്ദേഹം ചെയ്ത സംഭാവനകൾ അതിനൊക്കെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിനാണ് നമ്മുടെ മലബാർ സൗഹൃദവേദിയുടെ രണ്ടാമത് സാഹിത്യ പുരസ്കാരത്തിലെ നോവൽ വിഭാഗത്തിന് അദ്ദേഹത്തെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീ KN കുട്ടി കടമ്പഴിപ്പുറം, കുട്ടി മാസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ പ്രശസ്തനായ ഒരു ബാലസാഹിത്യകാരനാണ്. നമ്മുടെ ഈ പാലക്കാട് ജില്ലയിലെ മാത്രമല്ല കേരളത്തിലുടനീളം തന്നെ അദ്ദേഹം അറിയപ്പെട്ടു വരികയാണ്. നിരവധി ബാലസാഹിത്യങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കുട്ടി മാസ്റ്റർ എന്ന ആ സാഹിത്യകാരന് അദ്ദേഹത്തിന്റെ വീട് തന്നെ ഒരു ഗ്രന്ഥശാലയാണ്. അദ്ദേഹത്തിന്റെ വീട്ടില് മുകൾ ഭാഗം ഗ്രന്ഥശാലയായിട്ട് അവിടുത്തെ നാട്ടുകാർക്കൊക്കെ തന്നെ എപ്പോഴും വരുവാനും പോകാനും പുസ്തകങ്ങൾ വായിക്കാനും ധാരാളം പേര് പുസ്തക വായനയിലേക്ക്, എഴുത്തിന്റെ ലോകത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തുന്ന ഒരു സാഹിത്യകാരനാണ് ശ്രീ കുട്ടി മാസ്റ്റർ. അദ്ദേഹത്തെയാണ് ബാലസാഹിത്യ വിഭാഗത്തിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ പ്രഗത്ഭരായ വളരുന്ന ഈ യുവ സാഹിത്യകാരന്മാർക്ക് മലബാർ സൗഹൃദവേദി പ്രത്യേക പുരസ്കാരങ്ങൾ നൽകി അവരെ അനുമോദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പുരസ്കാര വിതരണവും അതുപോലെ ആദര സമ്മേളനവും നമ്മുടെ ഈ മാസം 30-ാം തീയതി ശബരി ഹാളിൽ വെച്ചിട്ടാണ് നടത്തുന്നത്.